പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കുക. പിന്നെ ഒരു തേങ്ങയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 4 പച്ചമുളക്. ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചതിന് ശേഷം അതിലൽപ്പം എണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തേങ്ങ ഇട്ട് വറുത്തെടുക്കാൻ. കാരണം പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്പം ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ കളറ് ഒരു ബ്രൗൺ കളറാണ്. അതുവരെ നമ്മൾ ഇളക്കി തേങ്ങ വറുത്തെടുക്കണം. ഈ രീതിയിൽ തേങ്ങയുടെ കളറാണ് ബ്രൗൺ കളറിൽ. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനൊരു പച്ചമണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ മാറുന്നതിനായിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. തണുത്തതിന് ശേഷം ഈ തേങ്ങ വറുത്തത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ കളറും മാറിപ്പോവും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുക്കേണ്ടത്. പിന്നെ അല്പം ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ഏലക്ക. വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. എന്നാലാണ് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകിൻ്റെ എണ്ണം നമ്മളുടെ എരിവനുസരിച്ചാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഈ നമ്മൾ ഉള്ളി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് സൂക്ഷിച്ച് വേണം അത് വറുത്തെടുക്കാൻ. വറുത്തല്ല, അത് വഴറ്റിയെടുക്കാൻ. ഇപ്പം കണ്ടില്ല, ഒരു പിങ്ക് ഷെയ്ഡാണല്ലോ നമ്മുടെ ഉള്ളിക്ക്. ഇനി അതൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡായിട്ട് മാറും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. ചിലവർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളിവിടെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് ചേർക്കേണ്ടത് പുളിയാണ്. ഇത് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നതാണ്. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് തിളപ്പിച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. കടുകും ഉള്ളിയും വേപ്പിലയും വറ്റൽമുളക് താളിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.